السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലീമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ ഇസ്ലാം നന്മയും പവിത്രതയും സംരക്ഷണവും മാത്രമാണ് നമുക്ക് സംഭാവന ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങൾ എടുത്തു നോക്കിയാലും അത് പുരുഷന്മാരുടെ മേലുള്ള അള്ളാഹുവിൻ്റെ വിധികളാകട്ടെ, ഉമ്മത്തിലെ സ്ത്രീകളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളാകട്ടെ, അതിൻ്റെ എല്ലാം പുറകിൽ നമുക്ക് ഏറ്റവും പവിത്രതയും സമാധാനവും സംരക്ഷണവും നൽകുന്നുണ്ട്. അതുകൊണ്ട് എവിടെ അള്ളാഹുവിൻ്റെ ഈ നിയമങ്ങളെ അവഗണിക്കപ്പെടുന്നു, അവിടെ പ്രശ്നങ്ങളും ഫിത്നകളും സുരക്ഷിതത്വമില്ലായ്മയെല്ലാം കാണാനും സാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹു ഇറക്കിയിരിക്കുന്ന ഓരോ നിയമങ്ങളും അതേറ്റവും സംരക്ഷണം നൽകുന്നതാണ്, ഏറ്റവും കൂടുതൽ പവിത്രത നൽകുന്നതാണ്. ഒരു മുസ്ലിമായ സ്ത്രീ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ തൻ്റെ ഇസ്സത്തായും തനിക്ക് ഏറ്റവും നല്ല ഹിഫാലത്തായും സംരക്ഷണവും മനസ്സിലാക്കി അതിനെ തൻ്റെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചാൽ അവളേക്കാൾ സമാധാനമായി സന്തോഷമായി ജീവിക്കുന്ന ആരും ലോകത്തുണ്ടാവുകയുമില്ല. കാരണം പരിശുദ്ധമായ ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകുന്ന മഹത്വവും ആദരവും ലോകത്തൊരു മതവും ഒരു നിയമവും നൽകുന്നില്ല. മുസ്ലിമീങ്ങളായ ഉമ്മത്തിൽപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും പഠിച്ചിരിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകുന്ന മഹത്വം എത്രയാണ്, ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകുന്ന സ്ഥാനം എത്രയാണ്, ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകുന്ന പവിത്രത എത്രയാണെന്ന് ഈ ഉമ്മത്തിലെ ഓരോ പുരുഷന്മാരും സ്ത്രീകളും പഠിച്ചിരിക്കേണ്ടതാണ്. അതറിയണമെങ്കിൽ ആദ്യം മറ്റുള്ള മതങ്ങളിലെ അല്ലെങ്കിൽ മറ്റിതര ആശയങ്ങളിലെ സ്ത്രീകളുടെ സ്ഥാനം എന്താണെന്ന് പഠിക്കേണ്ടതാണ്.
മൗലാന അബുൽ ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇസ്ലാം में औरतों का दर्जा और उसके हुकूक और फराइद. അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ പൂർണ്ണമായി അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ അവസ്ഥ, ഓരോ സ്ത്രീകളുടെയും കഴിഞ്ഞ കാലത്തിലെ അവസ്ഥ. ഓരോ മതത്തിലും സ്ത്രീകളെ ഗണിക്കപ്പെടുന്ന ഏത് അവസ്ഥയിലാണ്. ചില മതങ്ങളിൽ അടിമകളെ പോലെ ഗണിക്കപ്പെട്ടിരുന്നു. ചില മതങ്ങളിൽ ഭർത്താവ് മരിച്ചാൽ കൂട്ടത്തിൽ മരിക്കാൻ വിധിക്കപ്പെട്ടിരുന്നു. ചില മതങ്ങളിൽ ഒരു നിലക്കും സമ്പത്തിൽ അർഹത നൽകിയിരുന്നില്ല. ഇങ്ങനെ മൗലാന വളരെ വിശാലമായി മറ്റുള്ള മതങ്ങളിലെ സ്ത്രീകളുടെ സ്ഥാനം എങ്ങനെയാണ്, അതുകൂടാതെ മൗലാന ഓരോ രാജ്യത്തിലെയും ഓരോ പ്രദേശത്തെയും സ്ത്രീകളെ ഗണിക്കപ്പെട്ടിരുന്ന എങ്ങനെയാണ് അത് വിവരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ത്യയിൽ പഴയ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്ഥാനം എന്തായിരുന്നു എന്ന് മൗലാന വിശാലമായി എഴുതുന്നുണ്ട്. എന്നാൽ ഇസ്ലാം വന്നതോടുകൂടി, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതോടുകൂടി ലോകത്തെ സ്ത്രീകളെ വളരെ കൂടുതൽ ബഹുമാനിക്കപ്പെട്ടു. കാരണം പരിശുദ്ധമായ ഖുർആൻ നാം പഠിക്കുകയാണെങ്കിൽ അള്ളാഹു ഈ ഉമ്മത്തിലെ എന്നല്ല സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം എത്രയാണെന്ന് മനസ്സിലാകും. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അധ്യായങ്ങളിൽ വലിയ അധ്യായം സൂറത്തുൻ നിസാ എന്ന പേരിൽ അള്ളാഹു തആല അവതരിപ്പിച്ചു. ഖുർആനിലെ അധ്യായങ്ങളിൽ പ്രധാനപ്പെട്ട വളരെ വലിയ സൂറത്തുകൾ, അതിൽപ്പെട്ടൊരു സൂറത്താണ് സൂറത്തുൻ നിസാ. സൂറത്തുൻ നിസാ, സ്ത്രീകളുടെ പേരിൽ അള്ളാഹു തആല ഒരു സൂറത്തിനെ അവതരിപ്പിച്ചു. പല സ്ഥലത്തും അള്ളാഹു തആല നന്മയുടെ പ്രതിഫലങ്ങൾ പറഞ്ഞപ്പോൾ ഖുർആൻ ചേർത്തു പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ. പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളെ അല്ലാഹു ചേർത്തു പറഞ്ഞു. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. മുഅ്മിനീങ്ങളായ പുരുഷന്മാർ, മുഅ്മിനീങ്ങളായ സ്ത്രീകൾ, അവർ ചെയ്യേണ്ട ജോലികൾ അല്ലാഹു എടുത്തു പറഞ്ഞപ്പോൾ സ്ത്രീകളെയും അല്ലാഹു എടുത്തു പറഞ്ഞു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സായിമീന വസ്സായിമാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്. ഇങ്ങനെ ഖുർആന്റെ ചില സ്ഥലങ്ങളിലെ പ്രയോഗങ്ങൾ കാണാം. അല്ലാഹു തആല സ്ത്രീകളെയും മുഅ്മിനീങ്ങളായ പുരുഷന്മാർ, മുഅ്മിനീങ്ങളായ സ്ത്രീകൾ, മുസ്ലിമീങ്ങളായ പുരുഷന്മാർ, മുസ്ലിമീങ്ങളായ സ്ത്രീകൾ, ക്ഷമയുള്ള പുരുഷന്മാർ, ക്ഷമയുള്ള സ്ത്രീകൾ, ഇങ്ങനെ അല്ലാഹു തആല ഖുർആനിൽ വളരെ ഭംഗിയായി സ്ത്രീകളുടെ മഹത്വം അറിയിക്കുന്ന ധാരാളം ആയത്തുകൾ കാണാം. ഈ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉപമ അല്ലാഹു തആല വിവരിച്ചപ്പോൾ ആരെയാണ് ഉപമയാക്കേണ്ടത്? ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ. മുഅ്മിനീങ്ങളെ, ഇത് പുരുഷന്മാരുണ്ട്, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് മാതൃക, നിങ്ങൾ പിൻപറ്റേണ്ടത് ആരെയാണ്? ഇംറഅത ഫിർഔൻ, ഒരു സ്ത്രീയാണ്. ഫിർഔനിൻ്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല അൻഹയെ പറ്റി അല്ലാഹു തആല പറയുകയാണ്, മുഅ്മിനീങ്ങൾക്ക് മാതൃകയാണ്. അവിടെ അല്ലാഹു തആല മാതൃകയ്ക്ക് ഒരു പുരുഷനെയല്ല കൊണ്ടുവന്നത്, മറിച്ചൊരു സ്ത്രീ അല്ലാഹു തആല കൊണ്ടുവന്നു. വിശുദ്ധ ഖുർആൻ സ്ത്രീയെ പറ്റി വിവരിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു സഖീനത്താണ്. ഖുർആനിൽ 3 വസ്തുക്കളെ അല്ലാഹു സഖീനത്ത്, സമാധാനമാണെന്ന് അല്ലാഹു തആല അറിയിച്ചു. ഒന്ന് ഒരു മനുഷ്യൻ്റെ വീടാണ്. 2 രാത്രി. 3 അല്ലാഹു തആല പറഞ്ഞു വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു തആല സ്ത്രീയെ പറ്റി പറഞ്ഞു ലിതസ്കുനു ഇലൈഹ, അവർ നിന്റെ സഖീനത്താണ്. ഒരു പുരുഷൻ്റെ ജീവിതത്തിലെ സമാധാനം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സ്ത്രീക്ക് നൽകിയ മഹത്വമാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പന ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, ആദമിൻ്റെ ഇണയും രണ്ടുപേരും ചേർത്ത് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിൽ താമസിച്ചുകൊള്ളി. എന്നാൽ നിങ്ങൾ ഇന്നത് അനുസരിക്കണം, ഇന്ന വൃക്ഷത്തിലേക്ക് അടുക്കരുത്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് നിങ്ങൾ വളരെ നല്ല നിലയിൽ പെരുമാറണം. ബിൽ മഅറൂഫ്, ഏതുപോലെ മാതാപിതാക്കളോട് മനുഷ്യൻ കാണിക്കേണ്ട സൽസ്വഭാവം.
മഅറൂഫ് എന്ന അല്ലാഹ് വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. അതേ പ്രയോഗം തന്നെ ഒരു സ്ത്രീയോട് വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീയോട് വളരെ ആദരവോടെ നല്ല നിലയിൽ നിങ്ങൾ പെരുമാറണം. ഇതെല്ലാം ഖുർആന്റെ ചില പ്രയോഗങ്ങളാണ്, സ്ത്രീയുടെ മഹത്വം അറിയിക്കുന്ന ചില പ്രയോഗങ്ങളാണ്. ഇങ്ങനെ ഖുർആൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു സ്ത്രീയുടെ മഹത്വം എന്താണ് എന്ന് ഖുർആൻ വിളിച്ചറിയിക്കുന്നുണ്ട്. മാത്രമല്ല, പരിശുദ്ധമായ ദീൻ ഒരു സ്ത്രീക്ക് നൽകുന്ന മഹത്വം അറിയണമെങ്കിൽ ദീനിൽ എത്രയോ കൽപ്പനകൾ, നിയമങ്ങൾ അത് സ്ത്രീകൾക്ക് എളുപ്പമാക്കി അല്ലാഹു തആല. ഭാരമായ കൽപ്പനകൾ സ്ത്രീയുടെ ചുമലിൽ അല്ലാഹു തആല വെച്ചില്ല. ഉദാഹരണം, നമസ്കാരം, ഫർളായ നമസ്കാരം. പുരുഷന്മാരെ സംബന്ധിച്ച് നമസ്കാരം പള്ളിയിലാണ് നിർബന്ധം. ശക്തമായ ചൂടുള്ള സമയം, ശക്തമായ തണുപ്പുള്ള സമയം, ജോലി തിരക്കുകൾക്കിടയിൽ ഒരു പുരുഷൻ നമസ്കരിക്കാൻ പള്ളിയിൽ എത്തിച്ചേരണം. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് നിർബന്ധമില്ല, അവൾക്ക് വേണമെങ്കിൽ പോകാം എന്നല്ലാതെ. അവൾക്ക് ഏറ്റവും ഹൈറായത് നബി തങ്ങൾ പറഞ്ഞു, അവളുടെ വീടിൻ്റെ ഉള്ളിൽ നമസ്കരിക്കലാണ്. എളുപ്പമാക്കി. ജിഹാദ് ദീനിൽ പ്രധാനപ്പെട്ട ഒരു അള്ളാഹുവിൻ്റെ ഹുക്കുമാണ്, വലിയ പവിത്രമായ ഒരു അമലാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതൊരു ഭാരമായ ഒരു അമലുമാണ്, ത്യാഗമുള്ളൊരു ജോലിയാണ്. ദീൻ എളുപ്പമാക്കി. ദീൻ സ്ത്രീയുടെ മുകളിൽ അത് നിർബന്ധമാക്കിയില്ല. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ അടുക്കൽ വന്നു. അവരെപ്പറ്റി പറയപ്പെടുന്നത് ബി റസൂലിന്ന നിസാ, സ്ത്രീകളുടെ കാര്യങ്ങൾ നബിയിലേക്ക് എത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, പുരുഷന്മാർ അവർക്ക് വലിയ വലിയ നന്മകൾ ചെയ്യാൻ സാധിക്കുന്നു. അവർ ജിഹാദിന് പുറപ്പെടുന്നു, അവർ ബാക്കി ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ സ്ത്രീകൾ വീട്ടിലാണ്, അപ്പം ഞങ്ങൾക്കും ഇതിൻ്റെ എല്ലാം പ്രതിഫലം ലഭിക്കേണ്ട നബിയെ. ഒരു സ്ത്രീ വന്ന് നബിയോട് ചോദിക്കാൻ, അസ്മാ റളിയല്ലാഹു അൻഹ ചോദ്യമാണ്, നബി, ഞങ്ങൾക്കും ഇതിൻ്റെ പ്രതിഫലം ലഭിക്കണ്ടേ? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്മാ, നിന്നോടുള്ള മറുപടി ഇത് നിന്നോടും നിന്നെ പറഞ്ഞയച്ച സ്ത്രീകളോടുമുള്ള മറുപടിയാണ്. ഒരു സ്ത്രീ അവളുടെ വീട്ടിൽ അവളുടെ ഭർത്താവിൻ്റെ ഖിദ്മത്തിലായി വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയാൽ, ഒരു ഭർത്താവ് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ പുറപ്പെട്ട് ചെയ്യുന്ന മുഴുവൻ നന്മക്കും അവർ തുല്യമാകും. ഒരു കുറവുമില്ലാതെ അവൾ വീടിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിരിക്കുമ്പോൾ പുരുഷന്മാർ പുറത്തുപോയി ചെയ്യുന്ന ദീനിന് വേണ്ടി ചെയ്യുന്ന മുഴുവൻ നന്മയിലും ഒരു സ്ത്രീ വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് അതിനെല്ലാത്തിലും പ്രതിഫലത്തിൽ തുല്യമാകും. ഇത് കേട്ടപ്പോൾ അസ്മാ റളിയല്ലാഹു തആല, അല്ലാഹു അക്ബർ, യഅദിലു ദാലിക കുല്ല, നബി, എല്ലാത്തിലും ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ എന്ന് അവർ സന്തോഷത്താൽ പറയുകയും, ഹദീസിൽ കാണാം, വളരെ അവർ ചിരിച്ചുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെ അറിയിക്കാൻ പുറപ്പെടുകയും ചെയ്തു. വലിയ ഭാരമുള്ള ത്യാഗമുള്ള അമലുകൾ ഒന്നും സ്ത്രീകളെ മേൽ ദീൻ നിർബന്ധമാക്കിയില്ല. ഇതുപോലെ ദീൻ ഓരോ സ്ത്രീക്കും അങ്ങേയറ്റം സംരക്ഷണം കൽപ്പിച്ചു. ഞാനൊരു പുരുഷനെ സംബന്ധിച്ച് സമ്പത്തും ആരോഗ്യമുണ്ടായാൽ ഹജ്ജ് ചെയ്യൽ ഫർളാണ്, ദീനിൽ പ്രധാനപ്പെട്ട ഒരു ഫർളാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് സമ്പത്തുമുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ അവൾക്കൊരു മഹ്റം ഉണ്ടായിത്തീരണം. സംരക്ഷണമാണ്. ഒരു സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ അവളുടെ കൂട്ടത്തിൽ മഹ്റം ഉണ്ടായിത്തീരണം. ഒരു സ്ത്രീയുടെ സംരക്ഷണമാണ്. ഒരു സഹാബി വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ ജിഹാദിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ എൻ്റെ ഭാര്യയാണെങ്കിൽ ഹജ്ജ് ചെയ്യാനും ഉദ്ദേശിക്കുന്നു. ഞാൻ ഏതിനെ തിരഞ്ഞെടുക്കണം? നബി തങ്ങൾ പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയുടെ കൂടെ പോയി ഹജ്ജ് ചെയ്യൻ. നീ നിൻ്റെ ഭാര്യയുടെ കൂടെ പോയി ഹജ്ജ് ചെയ്യൻ. ഒരു സ്ത്രീക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം നൽകി. മാത്രമല്ല, എല്ലാ അവകാശവും, അർഹമായ എല്ലാ അവകാശവും നൽകി. പ്രത്യേകിച്ച് സാമ്പത്തികമായ അവകാശങ്ങൾ സ്ത്രീക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു. ഖുർആന്റെ പ്രയോഗമാണ്. സമ്പത്തിൽ ഒരു സ്ത്രീയുടെ അർഹതയാണ് ആദ്യം ഖുർആൻ വിവരിക്കുന്നത്, എന്നിട്ടാണ് പുരുഷൻ. ഒരു പുരുഷന്റെ സാമ്പത്തിക അർഹതയെപ്പറ്റി പറയുന്നതിന് മുമ്പ് അല്ലാഹു പറഞ്ഞത് രണ്ട് സ്ത്രീകൾക്കുള്ളത്. അപ്പൊ സ്ത്രീക്ക് സ്ഥിരപ്പെട്ടു ആദ്യം. മാത്രമല്ല, ദീനിൽ ഒരു സ്ഥലത്തും ചിലവഴിക്കൽ സ്ത്രീയുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. തൻ്റെ ഭർത്താവിന് വേണ്ടിയോ തൻ്റെ മക്കൾക്ക് വേണ്ടിയോ സമ്പത്ത് ചെലവഴിക്കൽ എത്ര സമ്പത്തുണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീക്ക് നിർബന്ധമില്ല. ഒരു സ്ത്രീക്ക് നിർബന്ധമില്ല. മറിച്ച് അവൾക്ക് ലഭിക്കുന്നതെല്ലാം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ചെലവഴിക്കാം. ഉമർ റളിയല്ലാഹു തആല അടുക്കൽ
ഒരു വ്യക്തി പരാതിയുമായി വന്നു. അദ്ദേഹം പരാതി പറയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു തആല അൻഹു വീടിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ അദ്ദേഹം പറയാൻ വന്ന പരാതി ഇതാണ്: അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ശബ്ദത്തിൽ കയർത്ത് സംസാരിക്കുന്നു. ഇത് പരാതി പറയാൻ ഖലീഫയായ ഉമർ റളിയല്ലാഹു തആല അൻഹു അടുക്കലെത്തുകയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു വീടിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ഭാര്യ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് കയർത്ത് സംസാരിക്കുന്ന ഉയർന്ന ശബ്ദം വന്ന പരാതിക്കാരൻ കേട്ടു. അദ്ദേഹം ചിന്തിച്ചു, ഇവിടെ ഇനി എന്ത് പരാതി പറയാൻ, ഇവിടുത്തെ അവസ്ഥ ഇതാണ്. അദ്ദേഹം മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. ഉമർ റളിയല്ലാഹു തആല ഒരാൾ മടങ്ങിപ്പോന്ന് കണ്ടപ്പോൾ വിളിച്ചു, നീ എവിടെ പോവുകയാണ്, നീ എന്തിനാ വന്നത്? എൻ്റെ ഒരു പരാതി പറയാൻ വേണ്ടി വന്നതാണ് ഖലീഫ അടുക്കൽ. പക്ഷെ എൻ്റെ പരാതിയേക്കാൾ വലിയ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയതാണ്. ഉമർ റളിയല്ലാഹു തആല മനുഷ്യനെ മനസ്സിലാക്കി കൊടുത്തു. എൻ്റെ ഭാര്യ ഇവൾ എനിക്ക് വേണ്ടി ധാരാളം സേവനങ്ങൾ ചെയ്യുന്നു. ഒന്ന്, എൻ്റെ മക്കളെ അവൾ വളർത്തുന്നു, അത് അവളുടെ ഉത്തരവാദിത്തമല്ല. രണ്ട്, എൻ്റെ മക്കൾക്ക് അവൾ പാല് നൽകുന്നു, പാല് കുടിപ്പിക്കുന്നു, അത് അവളുടെ മേൽ നിർബന്ധമുള്ള കാര്യമല്ല. മൂന്ന്, അവൾ എൻ്റെ വീട്ടിലെ ജോലി കാര്യങ്ങൾ, ഭക്ഷണമുണ്ടാക്കൽ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊന്നും അവൾക്ക് നിർബന്ധമായ കാര്യമല്ല. അവൾ പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ സമ്പത്ത് ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് അവളുടെ ഈ ഉപകാരങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ വാക്കുകൾ ഞാൻ ക്ഷമിക്കുകയാണ്. ദീൻ ഒരു കാര്യത്തിനു മേലും സമ്പത്ത് ചെലവഴിക്കൽ സ്ത്രീക്ക് നിർബന്ധമാക്കിയില്ല, അത്രയും സ്ഥാനം നൽകി. എന്ന് മാത്രമല്ല, അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിച്ചാൽ അല്ലാഹു തആല എത്ര വലിയ സ്ഥാനമാണ് സ്ത്രീക്ക് നൽകിയത്. 16 സ്ഥലങ്ങളിൽ അനന്തര സ്വത്തിൻ്റെ വീതം വെക്കുമ്പോൾ സ്ത്രീയും പുരുഷനും തുല്യമാണ്, ഒരേപോലെ സമ്പത്ത് ലഭിക്കും. ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ സമ്പത്തിൽ മുൻകടക്കും അനന്തര സ്വത്തിൽ. ചില സ്ഥലങ്ങളിൽ ആകെ 4 സ്ഥലത്ത് മാത്രമാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഇരട്ടി സമ്പത്ത് ലഭിക്കുന്നത്. അതാകട്ടെ, പുരുഷന് ആ സമ്പത്തിനെ അവളുടെ മേൽ ചിലവഴിക്കൽ നിർബന്ധമാണ്, ആ സമ്പത്തിനെ മാതാപിതാക്കളുടെ മേൽ ചിലവഴിക്കൽ നിർബന്ധമാണ്, ആ സമ്പത്തിനെ മക്കളുടെ മേൽ ചിലവഴിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ കുറേ ബാധ്യതകളുള്ള പുരുഷന് സമ്പത്ത് ലഭിച്ചാൽ അത് എത്ര പെട്ടെന്ന് തീർന്നു പോകും. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചൊരു ബാധ്യതയുമില്ല, ഒരു ബാധ്യതയുമില്ല. ഏത് കാലഘട്ടത്തിലാണ് അള്ളാഹു നിയമമിറക്കുന്നത്? ഒരു നിലക്കും സമ്പത്തിൽ അർഹതയില്ല എന്ന് ധരിച്ചിരുന്ന ഒരു സമൂഹത്തിൽ അള്ളാഹു തആല സ്ത്രീകൾക്ക് വേണ്ടി വലിയ ഓഹരി നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെ യൂസീകുമുല്ലാഹു ഫീ ഔലാദികും ലിസ്സക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസൈൻ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചില ആളുകൾ വന്ന് നബി തങ്ങളോട് ചോദിച്ചു, എന്താ നബിയെ, സ്ത്രീകൾക്ക് അനന്തര സ്വത്തോ? അവർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലല്ലോ, അവർ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെന്തിനാ അവർക്ക് അനന്തര സ്വത്ത്? അത് അത്രമാത്രം ഒന്നും ലഭിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം വലിയൊരു ഓഹരി സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ടായി. ഇസ്ലാം വലിയൊരു ഓഹരി നൽകിയിട്ടുണ്ടായി. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ഇസ്ലാം എല്ലാ മേഖലയും അവർക്ക് അർഹപ്പെട്ട എല്ലാ ഓഹരിയും നൽകി, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ നൽകി. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും നബിതങ്ങളും പുറപ്പെട്ടൊരു യാത്രയിൽ ഹുദൈബിയ സന്ധിയിൽ നബിതങ്ങൾക്ക് വലിയൊരു പ്രശ്നം വന്നപ്പോൾ അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുത്ത് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയാണ്. നബിതങ്ങൾ അവരുടെ അഭിപ്രായം തങ്ങൾ സ്വീകരിച്ചു. ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ പറഞ്ഞു, സ്ത്രീകൾ അവർ ധാരാളമായി മഹർ വാങ്ങിക്കുന്നു, ഇത് തടയണം. അപ്പോൾ ഒരു സ്ത്രീ, പ്രായമായൊരു സ്ത്രീ എണീറ്റ് എന്ന് പറഞ്ഞു, ഉമർ, നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു കൂമ്പാരം നിങ്ങൾ മഹർ സ്ത്രീകൾക്ക് നൽകിയാലും അത് നൽകാൻ അവകാശമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുമ്പോൾ ഉമറെ, അത് ലംഘിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറിന് തെറ്റി, നിങ്ങൾ പറഞ്ഞ് ശരിയാണ്. ആ സ്ത്രീയുടെ അഭിപ്രായത്തെ ഉമർ അതെല്ലാം സ്വീകരിക്കുകയുണ്ടായി. ഇങ്ങനെ എവിടെ എടുത്തു നോക്കിയാലും ഇസ്ലാം സ്ത്രീകൾക്ക് എത്ര വലിയ സ്ഥാനമാണ് നൽകുന്നത്. ഒന്നെങ്കിൽ ഒരു സ്ത്രീ ഉമ്മയായിരിക്കും, ദീൻ കൽപ്പിച്ചു, നിന്റെ ഉമ്മ നിന്റെ സ്വർഗം നിന്റെ ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിലാണ്. ഒന്നെങ്കിൽ ഒരു സ്ത്രീ നിന്റെ മകളായിരിക്കും. നബിതങ്ങൾ പറഞ്ഞു, 2 പെൺമക്കളെ അല്ലെങ്കിൽ 3 പെൺമക്കളെ വളർത്തി അവരെ വിവാഹം കഴിച്ചയച്ചാൽ നാളെ സ്വർഗത്തിൽ ഇതുപോലെ ഞാനുമായി ചേർന്ന് നിൽക്കാം. ഒന്നെങ്കിൽ ഒരു സ്ത്രീ നിന്റെ ഭാര്യയായിരിക്കും. നബിതങ്ങൾ പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലി, നിങ്ങൾ ഏറ്റവും നല്ലവർ നിന്റെ ഭാര്യയോട് നല്ല പെരുമാറുന്നവരാണ്. സ്ത്രീകളെ ബഹുമാനിക്കുന്നവർ ഇല്ലാ കരീം, മാന്യന്മാർക്ക് സ്ത്രീകളെ ബഹുമാനിക്കാൻ സാധിക്കൂ. സ്ത്രീകളെ അപമാനിക്കുന്നവർ ഇല്ലാ ലഈം, മോശക്കാർ മാത്രമേ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുകയുള്ളൂ. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അല്ലാഹു തആല ആദം നബിയുടെ ഇടത്തെ വാരിയിൽ നിന്നും ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു. ദീനിൻ്റെ എല്ലാ കാര്യത്തിനും വലതിന് മുൻഗണന കൊടുക്കാൻ ദീൻ പ്രേരിപ്പിച്ചപ്പോൾ
സ്ത്രീയെ സൃഷ്ടിക്കാൻ എടുത്തത് ഇടതു ഭാഗത്തെ വാരിയെല്ലാം. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഹിക്മത്തുകൾ ഉലമാക്കൾ എഴുതി. ഒരു പുരുഷന്റെ ഹൃദയത്തോട് ചേർന്ന വാരിയലിനെ ഒരു സ്ത്രീയെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു എടുത്തു. അതുകൊണ്ട് സ്ത്രീയുടെ സ്ഥലം ഹൃദയമായിരിക്കണം. ദീൻ പഠിപ്പിച്ചു, ഒരു സ്ത്രീക്ക് നൽകേണ്ട സ്ഥലം ഹൃദയമായിരിക്കണം. സ്ത്രീകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് അവർ നിങ്ങൾക്ക് വസ്ത്രമാണ് എന്നാണ്. വസ്ത്രം, അതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വസ്ത്രം ഏറ്റവും ശരീരത്തോട് ചേർന്നത് വസ്ത്രമാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യ, നിന്റെ സ്ത്രീകൾ നിന്നോട് ചേർന്നതായിരിക്കണം. 2, വസ്ത്രം അത് സംരക്ഷണമാണ്. മനുഷ്യന് ചൂടിൽ നിന്നും പലതിൽ നിന്നും സംരക്ഷണമാണ്. ഇതുപോലെ നിന്റെ ഭാര്യ നിനക്ക് സംരക്ഷണമാണ് ഹറാമിൽ നിന്ന്, തിന്മയിൽ നിന്ന്. 3, ഒരു മനുഷ്യൻ്റെ ഭംഗിയും സൗന്ദര്യവും വസ്ത്രത്തിൽ കൂടിയാണ്. അതുപോലെ നിന്റെ ഭാര്യ, നിന്റെ സ്ത്രീകൾ നിനക്ക് സൗന്ദര്യമാണ്. അതുകൊണ്ട് നല്ല നിലയിൽ പെരുമാറണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു. പരിശുദ്ധമായ ഖുർആൻ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ ഒരു സ്ത്രീക്ക് മഹത്വം നൽകുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്തു നോക്കി നബി തങ്ങൾ സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനവും മഹത്വവും എത്രയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളെക്കാൾ 15 വയസ്സ് മൂത്ത സ്ത്രീ. അവർ തങ്ങൾ വിവാഹം കഴിച്ചത്, ആദ്യത്തെ വിവാഹം അവരോടാണ്. തങ്ങൾക്ക് ആ ഖദീജയോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും എത്രയായിരുന്നു. ഐഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഖദീജ റളിയല്ലാഹു തആലയുടെ മരണശേഷവും കാലങ്ങൾക്ക് ശേഷവും ഖദീജയെ ഓർത്താൽ തങ്ങൾ സങ്കടപ്പെടുമായിരുന്നു. വീട്ടിൽ ഏതെങ്കിലും മൃഗത്തെ അറുത്ത് മാംസം വീതം വെക്കുമ്പോൾ പ്രത്യേകമായി ഖദീജയുടെ കൂട്ടുകാരികൾ കൊടുത്തയക്കുമായിരുന്നു. ഖദീജയുള്ള സ്നേഹത്തിൻ്റെ പേരിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജയെ സ്മരിക്കുന്നത് കാണുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമായിരുന്നു, ഭൂമിയിൽ ഖദീജയല്ലാതെ മറ്റൊരു സ്ത്രീയുമില്ല നബിയെ. അത്രമാത്രം തങ്ങൾ സ്നേഹിച്ചു. തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ മക്കയിലായിരിക്കുമ്പോൾ, തങ്ങളുടെ നുബുവത്തിന്റെ ആരംഭ സമയം, അന്ന് മകളുടെ സൈനബിന്റെ ഭർത്താവ് അന്ന് മുസ്ലിം ആയിട്ടില്ല. അവർ ബദറിൽ പുറപ്പെട്ട മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ അവരും നിർബന്ധ സാഹചര്യത്തിൽ പുറപ്പെടേണ്ടി വന്നു. അവർ സ്വന്തം ഇഷ്ടപ്രകാരം പുറപ്പെട്ടതല്ല, നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. ബദറിൽ അവരെയും നബി തങ്ങളുടെ മകളുടെ ഭർത്താവായ അവരെയും തടവുകാരനായി പിടിക്കപ്പെട്ടു. അങ്ങനെ മുശ്രിക്കുകൾ ഓരോരുത്തരും മോചനദ്രവ്യം കൊടുത്തയച്ചപ്പോൾ തൻ്റെ മകളായ സൈനബ് റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഭർത്താവ് മോചിപ്പിക്കാൻ വേണ്ടി മോചനദ്രവ്യം കൊടുത്തയച്ചു മദീനയിലേക്ക്. നബി തങ്ങളുടെ മുന്നിൽ വന്നു. നബി തങ്ങൾ സഞ്ചി തുറന്നു നോക്കിയപ്പോൾ ഒരു മാലയാണ്. തങ്ങൾ എടുത്തു നോക്കി, ഖദീജയുടെ മാലയാണ്. തങ്ങൾക്ക് ഉടനെ ഖദീജ റളിയല്ലാഹു അൻഹ ഓർമ്മ വന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ തൻ്റെ മകൾ സൈനബിന് വിവാഹ സമയത്ത് കൊടുത്ത മാലയാണ്. തങ്ങളത് കണ്ടപ്പോൾ പൊട്ടി പൊട്ടി കരയുകയുണ്ടായി. അത്ര സ്നേഹമായിരുന്നു. വഫാത്തായി വർഷങ്ങൾക്ക് ശേഷവും തൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച നബി തങ്ങൾ. ഒരു സ്ത്രീക്ക് നൽകിയ മഹത്വം എത്രയാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളുടെ നാവിൽ നിന്നും ഒരു പരാതിയുമില്ല. നബി തങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല സ്വഭാവത്തിൻ്റെ വാക്കുകളല്ലാതെ ഒരു മോശമായ വാക്കും ഒരു ഭാര്യയിൽ നിന്നും കേൾക്കാൻ സാധിക്കുകയില്ല. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ അഭിമാനത്തോടെ പറയുമായിരുന്നു, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നബി തങ്ങൾ മരിക്കുമ്പോൾ എൻ്റെ ഊഴത്തിലായിരുന്നു. മാത്രമല്ല നബി തങ്ങൾ മരിക്കുമ്പോൾ നബി തങ്ങളുടെ തല എൻ്റെ നെഞ്ചിലായിരുന്നു എന്ന് മാത്രമല്ല, വളരെ അഭിമാനത്തോടെ പറയുമായിരുന്നു, നബി തങ്ങളുടെ അവസാന സമയം നബി തങ്ങളുടെ ഉമ്മനീരുമായി എൻ്റെ ഉമ്മനീര് കലരുകയുണ്ടായി. തങ്ങൾ അബ്ദുറഹ്മാൻ, ആയിഷ റളിയല്ലാഹു അൻഹ സഹോദരനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മിസ്വാക്കിരിക്കുന്നത് കണ്ടപ്പോൾ തങ്ങൾ അവസാന സമയം അതിലേക്ക് നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലായി തങ്ങൾ മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് വാങ്ങിച്ച് സ്വന്തമായി ആയിഷ റളിയല്ലാഹു അൻഹ കടിച്ച് അത് മയമാക്കി നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുത്തു. അതിനെ സംബന്ധിച്ച് പറയുമായിരുന്നു, എൻ്റെ ഉമ്മനീരും എൻ്റെ ഹബീബായ തങ്ങളുടെ ഉമ്മനീരും അവസാനം കലരുകയുണ്ടായി. അവസാന സമയത്തുള്ള അവസ്ഥയെ അഭിമാനത്തോടെ വിരിക്കുകയാണ്. ഒരു സ്ത്രീക്കും നബി തങ്ങളെക്കുറിച്ച് പരാതിയില്ല. അത്രയും നല്ല പെരുമാറ്റമായിരുന്നു. അവിടെ പരിശുദ്ധമായ ദീൻ ഒരു സ്ത്രീക്ക് നൽകുന്ന മഹത്വം, സ്ഥാനം ലോകത്തൊരു മതത്തിലോ എവിടെയും കാണാൻ സാധിക്കുകയില്ല. അത്രമാത്രം മഹത്വം നൽകുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ജിഹാദിന് വേണ്ടി അയക്കുമ്പോൾ പ്രത്യേകമായി ഉണർത്തുമായിരുന്നു, നിങ്ങൾ നിർബന്ധ സാഹചര്യത്തിൽ ഏതെങ്കിലും ജനങ്ങളോട് ജിഹാദ് ചെയ്യേണ്ടി വന്നാൽ ഒരിക്കലും സ്ത്രീകളെ നിങ്ങൾ അക്രമം കാണിക്കരുത്. പ്രത്യേകമായി ഉണർത്തുമായിരുന്നു. ഓരോ സ്ത്രീയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുമായിരുന്നു. സഹോദരന്മാരെ, പരിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മുടെ പെൺമക്കളെ പഠിപ്പിക്കണം. പലരും പറഞ്ഞ് ശബ്ദങ്ങളുണ്ടാക്കും. നാം പഠിക്കണം. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും നമുക്ക് സംരക്ഷണമാണ്, നമുക്ക് പവിത്രത നൽകുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങൾക്കും അവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ സംരക്ഷണം അവളുടെ ശരീരത്തെ മറയ്ക്കുന്നതിലാണ്. കുല്ലിൽ യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക
وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين. അല്ലാഹു തആല പറഞ്ഞു, നബിയെ താങ്കളുടെ ഭാര്യമാരോട്, താങ്കളുടെ പെൺമക്കളോട് എന്നല്ല, എല്ലാ മുസ്ലിമീങ്ങളായ സ്ത്രീകളോടും പറയിൻ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ വസ്ത്രത്തെ, അവരുടെ മൂടുപടത്തെ ശരീരത്തെ മറച്ചുകൊള്ളട്ടെ. എന്താ അതിൻ്റെ പ്രയോജനം? ഫലാ യുസൈൻ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാകും, നിങ്ങൾക്ക് സംരക്ഷണമാണ്. നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല നിങ്ങളുടെ ശരീരങ്ങൾ മറയ്ക്കാൻ പറഞ്ഞത്, മറിച്ച് നിങ്ങൾക്കതിൽ സംരക്ഷണമുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് സംരക്ഷണത്തിന് വേണ്ടിയാണ് അള്ളാഹു ഹിജാബിൻ്റെ ആയത്തുകൾ ഇറക്കി. അത് എപ്പോൾ അവഗണിക്കപ്പെടുന്നു അവിടെ അപകടങ്ങളുണ്ടാകും, അവിടെ ഫിത്നകളുണ്ടാകും, അവിടെ പ്രശ്നങ്ങളുണ്ടാകും, അവരുടെ മഹത്വം ഹനിക്കപ്പെടും. ഇതെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ പെൺമക്കളെ, നമ്മുടെ സ്ത്രീകളെ ദീനിൻ്റെ നിയമങ്ങളുടെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഹിജാബിൻ്റെ, ശരീരത്തെ മറയ്ക്കുന്ന വിഷയത്തിൽ നമ്മുടെ സ്ത്രീകളെ നാം തയ്യാറാക്കണം. അത് അവരുടെ സംരക്ഷണമാണ്, അതിൽ അവർക്ക് മഹത്വമുണ്ട്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.